നെന്മാറയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്താമര കൊലപ്പെടുത്തിയ അമ്മയുടെയും മകന്റെയും മൃതദേഹം ആ പോത്തുണ്ടിയിലെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ വീട്ടിൽ അച്ഛനെയും അച്ഛമ്മയെയും അവസാനമായി കൊണ്ടുവരണമെന്ന് ആ ആ മക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ആ സുധാകരൻ്റെ പെൺമക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം കൂടി പരിഗണിച്ചാണ് ആ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം എത്തിച്ചു. ഉച്ചയ്ക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. സൂരജ് സജി ആ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൂരജ്, ഹൃദയഭേദകമായിരിക്കും അവിടുത്തെ കാഴ്ച എന്ന് നമുക്കറിയാം. കാരണം ആ കുട്ടികൾ സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ അലമുറയിട്ടാണ് ഇതിൽ അവരുടെ പ്രതിഷേധമാണെങ്കിലും വേദനയാണെങ്കിലും ഒക്കെ പങ്കുവെക്കുന്നത്. അവസാനമായി പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് അച്ഛനെയും അച്ഛമ്മയെയും കൊണ്ടുവരണമെന്ന് പെൺമക്കൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് മൃതദേഹം അവിടേക്ക് എത്തിച്ചത്. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഹൃദയഭേദകമായ കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൃതദേഹം എത്തിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ പെൺമക്കളടക്കം, അതായത് അഖിലയും അതുപോലെ തന്നെ ചേച്ചിയും ഇങ്ങോട്ടേക്ക് എത്തിയത്. അവരെ സമീപ വീട്ടിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. അവരെ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഈ വാഹനം അവർ ഇരിക്കുന്ന വീടിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഇരുവരും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അഖിലയുടെ ആഗ്രഹമാണ് അവസാനമായി അച്ഛനെയും അച്ഛമ്മയെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അഖിലയുടെ ആഗ്രഹമായിരുന്നു. ഈ മറ്റു ബന്ധുക്കൾ എല്ലാവരും തന്നെ ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാതെ ബന്ധുവീടുകളിൽ എത്തിച്ച് അവിടെ നിന്ന് സംസ്കരിക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും അഖില അടക്കം ചേച്ചിയും ഇതിന് വഴങ്ങിയില്ല. ഇതോടുകൂടിയാണ് മൃതദേഹം ഈ വീട്ടിലേക്ക് തന്നെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം നാട്ടുകാരെ സംബന്ധിച്ച് ഈ സുധാകരനാണെങ്കിലും അതുപോലെ തന്നെ സുധാകരന്റെ അമ്മയാണെങ്കിലും ഒക്കെ ഇവരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സുജാത കൊല്ലപ്പെട്ടതിന് ശേഷം തീർത്തും ഒറ്റപ്പെട്ടു പോയ കുടുംബമാണ്. അവരെ ചേർത്തു നിർത്തിയത് ഈ നാടാണ്, ഈ നാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വേർപാട് അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. കാരണം ഈ ചെന്താമര ആദ്യം സുജാതയെ കൊലപ്പെടുത്തി പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടതിന് സമാനമായിരുന്നു സുധാകരൻ. ആ കുടുംബത്തെ തിരികെ പിടിച്ചത് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സ്നേഹവായ്പോടു കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് ഇവരുടെ വേർപാട് അല്ലെങ്കിൽ ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് അവർക്ക് ഒരു തരത്തിലും താങ്ങാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് നമുക്കിവിടെ പ്രകടമാകുന്നത്. ഇന്നലെ ഈ സമീപവാസികളായ വീട്ടമ്മമാരെല്ലാവരും തന്നെ വലിയ രീതിയിൽ കയർത്ത് സംസാരിക്കുന്നതും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് വിജയകുമാർ. അതെല്ലാം അവരുടെ ഉള്ളിലെ സ്നേഹം, ഇവരോട് എത്രമാത്രം ഉണ്ടായിരുന്നു സ്നേഹമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷമാണ്. അതായത് രാവിലെ പോലും നമ്മുടെ ഒരു വാർത്ത പോകുന്ന സമയത്ത് പോലും ആ എന്ത് സംഭവിക്കുന്നു എന്ന തരത്തിൽ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു പറ്റം അയൽവാസികൾ, അവരെ സംബന്ധിച്ച് ഈ വേർപാട്, ഈ ഹൃദയഭേദകമായ ഈ കാഴ്ച അത് അവർക്ക് താങ്ങാൻ കഴിയാവുന്നതല്ല. വലിയൊരു ജനക്കൂട്ടം ഇവിടെ കാത്തു നിൽക്കുന്ന അല്പസമയത്തിനകം തന്നെ അഖിലയെയും അതുപോലെ തന്നെ സഹോദരിയെയും ചേച്ചിയെയും ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന. അതായത് അവർ മുകളിലെ നിലയിലാണുള്ളത്. യുടെ ആഗ്രഹമായിരുന്നു അച്ഛനെയും അച്ഛമ്മയെയും അവസാനമായി വീട്ടിലേക്ക്, തങ്ങളുടെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് എത്തിക്കണം. വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 ഈ അഖിലയുടെ അമ്മ അതുപോലെ തന്നെ സുധാകരന്റെ ഭാര്യയായിട്ടുള്ള ഈ സുജാത കൊല്ലപ്പെടുന്നത്. ആ സമയത്ത് ഈ സുധാകരൻ സ്വാഭാവികമായി ഇവർ തമ്മിൽ ഒരു തർക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെന്താമര ഇവരെ ആക്രമിക്കാനുള്ള സാധ്യതയെല്ലാം അതിനു മുൻപ് തന്നെ പ്രകടിപ്പിച്ചതാണ്. പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ ഈ വീടിന് തൊട്ട് മുകളിലായി കുറച്ച് മാറി ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. അവിടെ ഒരു കൂര കെട്ടി കുടുംബത്തെ സുരക്ഷിതമായി അങ്ങോട്ടേക്ക് മാറ്റുക, അങ്ങനെ ഈ ചെന്താമരയുടെ കണ്ണിൽ നിന്ന് മാറി താമസിക്കുക, ഈ ആൾക്കാരുള്ള മേഖലയിലേക്ക് മാറി താമസിക്കുക എന്നതായിരുന്നു സുധാകരൻ ലക്ഷ്യം വെച്ചത്. അങ്ങനെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി. പക്ഷെ ആ സ്ഥലം വാങ്ങി അതിലൊരു കൂര കെട്ടുന്നതിന് മുൻപാണ് ഈ സുജാതയുടെ ജീവൻ ചെന്താമര കവരുന്നത്. അതിനുശേഷം പിന്നീട് ചെന്താമര ജയിലിലാണ് എന്നുള്ളതായിരുന്നു ഇവരുടെ ആശ്വാസം. പക്ഷേ ഈ മരണശേഷം ഇവർ ഇതിന് തൊട്ടപ്പുറത്തൊരു കുഞ്ഞു വീട്ടിലായിരുന്നു താമസം. മരണശേഷം മറ്റൊരു വീട് പണിതു, ചെറിയൊരു വീട്, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വീട് പണിതു, അങ്ങോട്ടേക്ക് മാറി. എന്നാൽ പോലും ഇവരെ സംബന്ധിച്ച് വലിയ സങ്കടമുണ്ടായിരുന്നു വീട്ടിൽ നിൽക്കാൻ. സുജാതയുടെ വേർപാട് അടക്കമുള്ളത് കൊണ്ട് തന്നെ വലിയ സങ്കടമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ എല്ലാം സുരക്ഷിതം, അല്ലെങ്കിൽ തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകില്ല എന്ന് കരുതുന്നതിനിടയിലാണ് ജയിലിന് പുറത്തേക്ക് ചെന്താമര എത്തുന്നത്. പിന്നീട് ഇവർക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട്, ഭീഷണി ഉയർത്തിക്കൊണ്ട്, ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന തരത്തിൽ വടിവാൾ ഓങ്ങിക്കൊണ്ട് ഈ മേഖലയിലൂടെ എല്ലാം നടക്കുന്നത്. അപ്പോഴും പോലീസിൽ, ഭരണകൂടത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു, പോലീസിന് പരാതി നൽകുന്നു. ഈ പോലീസിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ പുറത്ത് തങ്ങളുടെ ജീവനും സ്വത്തിനുമെല്ലാം പോലീസ് സംരക്ഷണം നൽകുമെന്ന പ്രതീക്ഷയിൽ അവർ വിശ്വാസം നഷ്ടപ്പെട്ട നിമിഷത്തിലൂടെ
ഇന്നലെ മുതൽ ഈ നാടൊന്നാകെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചെന്താമര കവർന്നെടുത്ത 2 ജീവനുകൾ. ആ ജീവൻ ഈ നാട്ടുകാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷമാണ്. അത്രമാത്രം ആൾക്കൂട്ടം ഇവിടെയുണ്ട്. കാരണം ഈ വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ പലരുമൊക്കെ ഈ തൊഴിലാളികളാണ് വിജയകുമാർ, ഫോൺ പോലും ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരാണ്. അവരെല്ലാവരും ഇന്നലെ പണി കഴിഞ്ഞൊക്കെ വരുന്ന സമയത്താണ് പലരും ഈ വാർത്ത തന്നെ അറിയുന്നത്. അത് അവരെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒന്നായിരുന്നില്ല. അവരെല്ലാവരും ഒരു ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്തയെല്ലാം അറിഞ്ഞതും കേട്ടതും കണ്ടതും. ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്തൊരു സംഭവം, അതായത് സുധാകരനെ കൊലപ്പെടുത്തി, അതിന് പിന്നാലെ സുധാകരനെ കൊലപ്പെടുത്തുന്നത് തടയാൻ വരുന്ന മാതാവിനെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ 2 ജീവനുകൾ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ഈ നാടുള്ളത്. അവരെ സംബന്ധിച്ച് ഇത് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് സങ്കടമായും പ്രതിഷേധമായും എല്ലാം തന്നെ രൂപപ്പെടുന്ന ഒരു അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. ഇപ്പോൾ മക്കളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അവരെ കൂടി ഇങ്ങോട്ട് എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. അഖില, അതായത് ഇളയ മകളാണ്, ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അഖിലയുടെ ആഗ്രഹമായിരുന്നു അച്ഛനെയും അച്ഛമ്മയെയും അവസാനമായി വീട്ടിലേക്ക് എത്തിക്കണം, ഈ വീട്ടിൽ നിന്ന് തന്നെ അവരെ യാത്രയാക്കണം എന്നുള്ളത് അഖിലയുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമെങ്കിലും, അതായത് അവരെ ജീവനോടെ കാണണമെന്നുള്ളതാണ് അഖില ഏറെക്കാലമായി ആഗ്രഹിച്ചത്. അതായത് തന്റെ ജീവനേക്കാൾ ഉപരി അച്ഛന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അഖില തന്നെ ഒരു പരാതി പോലീസിന് നൽകുന്നത്. അച്ഛനെയും കൂട്ടിക്കൊണ്ടുപോയി ഒരു പോലീസിൽ പരാതി നൽകുന്നതെല്ലാം ഈ അച്ഛന്റെയും അച്ഛമ്മയുടെയും ഈ സ്വന്തം കുടുംബത്തിന്റെയും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ ആ ജീവൻ രക്ഷിക്കാൻ അഖിലയ്ക്ക് കഴിഞ്ഞില്ല. ഇനി അവസാന നിമിഷമെങ്കിലും അച്ഛനെ തന്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിക്കണമെന്ന അഖിലയുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിനൊപ്പം ഒരു നാടാകെ നിൽക്കുന്ന കാഴ്ച എന്തായാലും ഹൃദയഭേദകമായ കാഴ്ചയാണ് വിജയകുമാർ ഇവിടെ ഉള്ളത്. ശരി, ഇത് നെന്മാറയിൽ ചെന്താമര എന്ന കൊടും കുറ്റവാളി കൊലപ്പെടുത്തിയ അമ്മയുടെയും മകന്റെയും മൃതദേഹം പോത്തുണ്ടിയിലെ വസതിയിൽ എത്തിച്ചു. അവിടെ പൊതുദർശനമാണ്. മക്കളെ അവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല, അല്പസമയത്തിനകം കൊണ്ടുവരും. സംസ്കാരം അതിനുശേഷമാണ് നടക്കാനുള്ളത്. പ്രതിയെപ്പറ്റി ഒരു വിവരവുമില്ല. ഈ ചെന്താമര എവിടെ എന്ന ചോദ്യം നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. പോലീസിന് ഒരു ഉത്തരം നൽകാൻ കഴിയുന്നുമില്ല ഈ നിമിഷം വരെയും. ഏതാണ്ട് 28 മണിക്കൂറായി ആ ക്രൂര കൊലപാതകം നടന്നിട്ട്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.